ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു ദിവസത്തെ കാര്യങ്ങളാണ് കേട്ടോ. ഒന്ന് ഞായറാഴ്ചയായിരുന്നു, അപ്പോൾ രാവിലെ മുതൽ വൈകിട്ട് വരെ ഉണ്ടായ കുറച്ച് കാര്യങ്ങളാണ്. ഡേ മൈ ലൈഫ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണേ. അപ്പം ഇന്ന് രാവിലെ ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കണേ. അതിന് വേണ്ടി തലേ ദിവസം തന്നെ മാവൊക്കെ അരച്ച് കൂട്ടി വെച്ചതാണ്. അപ്പോൾ ആ മാവൊന്നും വല്ലാതെ കുറുകിയിരിക്കുകയാണ്. അപ്പോൾ അതിലേക്കൊരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് ഒന്നും കൂടെ ലൂസാക്കി. ഒരുപാട് കുറുകിയിരിക്കുമ്പോൾ ഇഡ്ഡലി ഇങ്ങനെ ഒരുപാട് കട്ടിയാവും. അതിനു മുമ്പ് ഞാൻ ഇഡ്ഡലി തട്ടിലൊക്കെ ഒരു എണ്ണ ഇങ്ങനെ തൂവി കൊടുക്കുകയാണ്. തുണിയിലോ അല്ലെങ്കിൽ കവറൊന്നും വെച്ചിട്ടല്ല ഉണ്ടാക്കണം. അപ്പം ഇങ്ങനെ തട്ടിലൊന്ന് എണ്ണ തൂവി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇഡ്ഡലി മാറ്റി എടുക്കാൻ പറ്റും. അടുപ്പത്താണ് കേട്ടോ, അടുപ്പല്ല ഗ്യാസ് സ്റ്റവിലാണ് വെക്കണത്. ഇതിന് തേങ്ങാ ചട്ടണിയാണ് ഉണ്ടാക്കണത്. അപ്പോൾ രാവിലെ തന്നെ ചട്ടണിയും ഒക്കെ റെഡിയായി. അതിനുശേഷം പിന്നെ മിറ്റമൊന്ന് അടിക്കാമെന്ന് കരുതി. മിറ്റത്ത് ഇങ്ങനെ മഴയൊക്കെ കാരണം അത്യാവശ്യം ചപ്പൊക്കെ വീണ് കിടക്കുന്നുണ്ട്. തിണ്ടിലും എല്ലാം ചപ്പാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് രാവിലെ മിറ്റമൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി. മിറ്റം അടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അത് പിന്നെ ഇങ്ങനെ ചപ്പ് കൂടിക്കൊണ്ടിരിക്കും. മിറ്റം അടിച്ച് കഴിഞ്ഞിട്ടാണ് അടുപ്പ് കത്തിക്കണത്. അപ്പോൾ അടുപ്പിലാണ് കേട്ടോ ചോറ് വെക്കാൻ വേണ്ടിയിട്ട്. അടുപ്പിലാണ് ചോറ് വെക്കണത്. ഗ്യാസ് സ്റ്റവിലാണ് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ അടുപ്പൊന്ന് കത്തിപ്പിടിച്ച് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ തീപ്പെട്ടിയൊക്കെ കുറച്ച് പട്ടയൊക്കെ വെച്ചിട്ടാണ് കത്തിക്കണത്. ചുള്ളലും എല്ലാം വെച്ചിട്ട് നന്നായി പുകയുന്നുണ്ട്. എന്നാലും കത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ല ചൂടാണ് അടുപ്പിന്. അങ്ങനെ അടുപ്പ് കത്തിച്ചിട്ട് അരി അടുപ്പത്തിടാൻ വേണ്ടിയിട്ട് കലമൊക്കെ വെച്ചു. അരി അടുപ്പത്തിട്ടു. പിന്നെ ഇനി ആ അടുപ്പ് അങ്ങനെ ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും അങ്ങനെ അരി അടുപ്പിൽ കടന്നിട്ട് അങ്ങനെ വെന്തോളും. ചോറ് റെഡിയാവും. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അരി പകുതിയൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് വേവണ അരിയല്ല, ഒരു 1.5 മണിക്കൂറൊക്കെ വേവുണ്ട്. നല്ല വേവുള്ള അരിയാണ്. ആ ചോറ് റെഡിയായി. ഇനി അതിലേക്ക് ഉച്ചയാകുമ്പോഴേക്കും മുരിഞ്ഞ കൂട്ടാനാണ് കേട്ടോ ഉണ്ടാക്കണം. അപ്പോൾ മുരിഞ്ഞ വീട്ടിൽ നിന്ന് ഇവിടെ അടുത്തുനിന്ന് കിട്ടിയതാണ്. ആ മുരിഞ്ഞൊന്ന് റെഡിയാക്കി എടുത്തു. ചോറും മുരിഞ്ഞ കൂട്ടാനും പയറുതോരനും അച്ചാറും ഒക്കെ ഉണ്ട്. അപ്പോൾ ഉച്ചഭക്ഷണത്തിന് ഇതാണ് കേട്ടോ ഒന്ന് മുരിഞ്ഞ കൂട്ടാനാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ 4 മണി ചായക്കൊരു പഴംപൊരി ഉണ്ടാക്കാമെന്ന് കരുതി. 2-3 പഴം പഴുത്തിരിക്കുന്നുണ്ട്. പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദപ്പൊടിയാണ് ചേർക്കണം. കുറച്ച് മൈദപ്പൊടിയും കുറച്ച് കടലമാവുമാണ് ചേർക്കണത്. പിന്നെ അതിലേക്ക് കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇടണ്ട, കുറച്ച് ഉപ്പും പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരയും. പിന്നെ അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 2 മണിക്കൂർ പുളിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. തലേ ദിവസത്തെ ദോശമാവ് ഉണ്ടെങ്കിൽ 1 സ്പൂൺ അതും കൂടെ ചേർത്താൽ പെട്ടെന്ന് പുളിച്ച് കിട്ടും. അപ്പോൾ ഈ പരുവത്തിൽ ആണ് മിക്സാക്കി വെച്ചത്. അപ്പോൾ അത് ശരിയാവില്ല തോന്നിയിട്ട് ഒരു അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് ഒന്നും കൂടെ നന്നായി മിക്സാക്കി. ഈ ആവണം മാവ്. അപ്പോൾ ഇങ്ങനെ ആക്കി വെച്ചു. ഇങ്ങനെ ആക്കി ഒരു 2 മണിക്കൂർ വെച്ചു. അപ്പോഴാണ് ഒന്ന് ചെറുതായിട്ടൊന്ന് പുളിക്കും കൂടെ വേണം. അപ്പോൾ ഈ ബനാന അതിലേക്ക് ഇട്ടിട്ട് എടുക്കുമ്പോൾ ഒരു ചെറിയൊരു പുളിയും ആ മാവിനൊരു പുളിയും കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ ഒന്ന് പൊങ്ങി കിട്ടും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ആക്കിയിട്ട് വെച്ചു. അതിന് ശേഷം പിന്നെ പഴം ഇങ്ങനെ ഇതാക്കി അതിൽ മുക്കിയിട്ട് ഇതുപോലെ എണ്ണയിലിട്ട് മൂപ്പിച്ചെടുത്തു. ഇപ്പോൾ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. കടയിൽ നിന്ന് വാങ്ങണ അത്രയൊന്നും നല്ലതായിട്ടില്ല, എന്നാലും വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. അപ്പോൾ പഴംപൊരി കൂട്ടി ചായയൊക്കെ ആയി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.